നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10, 2026 ചൊവ്വ. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, കൂടാതെ നിഫ്റ്റിക്ക് ഈ ആഴ്ചയിലെ എക്സ്പയറി 24,000 എന്ന ലെവലിന് മുകളിലായിട്ടും നടത്തുവാനായിട്ടും സാധിക്കുകയുണ്ടായി. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ അതിശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയത് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും ഇന്ന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നത്. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് ഒരിക്കൽ പോലും ചുവപ്പ് തുടരേണ്ടതായിട്ട് വരികയും ഉണ്ടായില്ല. ഫുൾ ടൈം പച്ചയിൽ തന്നെയായിരുന്നു. എങ്കിലും മാർക്കറ്റ് ഓപ്പൺ ആയി 9:55 കൂടി 24,079 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. തുടർന്ന് ചോർന്നു പോയ പോയിന്റുകളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 24,303 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 233 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,261 എന്ന ലെവലിലായിട്ട് ഈ വീക്കിലി എക്സ്പയറി നടത്തുവാൻ നിഫ്റ്റിക്ക് സാധിച്ചപ്പോൾ സെൻസെക്സിന് 639 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 931 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,351 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ആകെ 587 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ശ്രീറാം ഫൈനാൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഐഷ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഫോസിസ്, ഇറ്റേണൽ, ഭാരതി എയർടെൽ, TCS, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ മറികടന്നുകൊണ്ട് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് മികച്ച പ്രകടനവും കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്നലെ ഉണ്ടായ അതിശക്തമായ നഷ്ടത്തെ തുടർന്ന് ഓൾ ടൈം റെക്കോർഡ് ലോയിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 53 പൈസയുടെ നേട്ടത്തോടുകൂടി 91.80 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി. നമ്മളത് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ടൈമിൽ. അതായത് അവസാന ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലുള്ള ഐഫോണിന്റെ നിർമ്മാണത്തിൽ 53% ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നിലവിൽ ലോകത്താകമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഐഫോണിന്റെ 25% ഇന്ത്യയിൽ നിന്നാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് റെഡിംഗ്ടന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 15% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനും സാധിച്ചു. കൂടാതെ ഇന്ന് ഫെബ്രുവരി മാസത്തെ ഇന്ത്യയിലെ SIP ഇൻഫോസിന്റെ ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ജനുവരിയിൽ 31,002 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഫെബ്രുവരിയിൽ നേരിയ ഇടിവോടുകൂടി 29,845 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായത്. അനലിസ്റ്റുകളുടെ എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുമുള്ള മാറി നിൽക്കലല്ല, മറിച്ച് ഫെബ്രുവരി മാസത്തെ കലണ്ടർ ദിനത്തിന്റെ പ്രത്യേകതകളും കൂടാതെ ഫെബ്രുവരി മാസത്തെ അവസാന ദിവസം അതായത് 28-ാം തീയതി ബാങ്കുകൾക്ക് അവധിയുള്ള ഒരു ശനിയാഴ്ച ആയതിനാൽ തന്നെ അതും SIP കോൺട്രിബ്യൂഷനെ നേരിയ തോതിൽ തന്നെ ബാധിക്കുകയുമുണ്ടായി. എന്നാൽ ഇന്ന് വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ അടുത്ത കാലത്ത് വെള്ളിയിലെ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനും ഉയർന്ന ചാഞ്ചാട്ടത്തിനും ഇടയിൽ 28 മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി മാസം ഇന്ത്യയിലെ സിൽവർ ETFകൾ അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന്റെ പോസ്റ്റ് നെറ്റ് ഔട്ട്ഫ്ലോ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരികയും ചെയ്തത്. 2027 സാമ്പത്തിക വർഷത്തില് 10% എന്ന ഗ്രോത്ത് എക്സ്പെക്ടേഷനിൽ നിന്നും 12% റിവൈസ് ചെയ്തതിനെ തുടർന്ന് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 19% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്ന് ഒരു മികച്ച നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ നിക്ഷേപകരും അതീവ ആശങ്കയിൽ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം തുടർന്ന് ഇന്നലെ രാവിലെയും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെട്ട അതിശക്തമായ ഉയർച്ച തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഏകദേശം 6%-ലേറെ ഇടിവ്
ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ടെങ്കിലും തുടർന്ന് ഇന്നലെ രാത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം US പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപന പ്രകാരം എത്രയും പെട്ടെന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് അത് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഇടിവിലേക്ക് നയിക്കുകയുണ്ടായി. ഈ ഒരു ഘടകം തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നിരുന്നാൽ കൂടിയിട്ടും ട്രംപ് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിലും പിന്നീട് US അദ്ദേഹം നടത്തിയ സെനറ്റിലെ വിശദീകരണത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ന് അവസാനിക്കും എന്ന് തനിക്ക് അറിയില്ലെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ഉണ്ടായത്. മാത്രമല്ല ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്നും തങ്ങൾ തന്നെ തീരുമാനിക്കും എന്നാണ് യുദ്ധം നിർത്തേണ്ടതെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് അത് ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കാതിരുന്നതും. കാരണം US പ്രസിഡന്റിന്റെ കാര്യം നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറി മറിയാം. കാരണം ഇന്ന് വൈകുന്നേരം വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറി മറിയാമെന്നുള്ളതിനാൽ തന്നെ നിക്ഷേപകർ ഇന്ന് മാർക്കറ്റിൽ ജാഗ്രത പുലർത്തുകയുമുണ്ടായി. ആയതിനാൽ തന്നെ ഈ നേട്ടം നാളെ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ കാര്യങ്ങൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് നിമിഷത്തിലും മാറി മറിയാമെന്നുള്ളതിനാൽ തന്നെ ട്രംപിന്റെ ഒരു പ്രസ്താവനയെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന യൂറോപ്യൻ മാർക്കറ്റ്സിലും ഏഷ്യൻ മാർക്കറ്റ്സിലും ഇന്ന് ശക്തമായി അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും കൂടാതെ ഇന്നലെയും 17% ഉയർച്ച ഇന്ത്യ വിക്സിൽ ക്ലോസിംഗ് ബേസിസിൽ മാത്രം രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് 22 മാസങ്ങൾക്ക് ശേഷം, അതായത് 2024 ജൂൺ മാസത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്നലെ ഇന്ത്യ വിക്സ് 24 എന്ന ലെവൽ മറികടക്കുകയും ഉണ്ടായത്. എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സ് അതിശക്തമായി തന്നെ കൂൾ ഓഫ് ആവുകയും ഉണ്ടായി. ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ തന്നെയായിരുന്നു ഇന്ത്യ വിക്സിലെ ഓപ്പണിംഗ് ലെവലും. തുടർന്ന് അങ്ങോട്ട് അതിശക്തമായ ഇടിവ് ഇന്ത്യ വിക്സിലും രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 19.09% ഇടിവോടുകൂടി 18.09 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഇടിവും കൂടാതെ US ഡോളറിനെതിരെ 53 പൈസയുടെ നേട്ടത്തോടുകൂടി ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ 72 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് 1.5%, ഫ്രാൻസ് മാർക്കറ്റ് 1.25%, അതേസമയം ജർമ്മൻ മാർക്കറ്റ് 2%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എസ്പെഷ്യലി കൊറിയൻ മാർക്കറ്റിന് 5%-ലേറെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഏകദേശം 7%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $98.80 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $88.57 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.25%-ന്റെയും സിൽവറിന്റെ വിലയിൽ 5.25%-ന്റെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില $5179.55 പെർ ഔൺസ് എന്ന നിലയിലും സിൽവറിന്റെ വില $89.02 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IDFC ഫസ്റ്റ് ബാങ്ക് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു. ഹരിയാന സർക്കാരുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നിന്നും 590 കോടി രൂപയുടെ തട്ടിപ്പ് ബാങ്കിന്റെ ജീവനക്കാർ നടത്തിയത്. എന്നാൽ ഈ 590 കോടി രൂപയും കൂടാതെ അധികമായി 55 കോടി രൂപ കൂടി നൽകിക്കൊണ്ട് മൊത്തത്തില് 645 കോടി രൂപ ഇന്ന് ബാങ്ക് ഹരിയാന സർക്കാരിന് അടച്ചതായിട്ട് ബാങ്ക് അറിയിച്ചു. ബോറോസിൽ ഗുജറാത്തിലെ ബറൂച്ചിൽ പുതിയ പ്ലാന്റിനായിട്ട് 42 കോടി രൂപ നിക്ഷേപിക്കുവാൻ കമ്പനിയുടെ ബോർഡ് അനുവാദം നൽകി. കൂടാതെ ജയ്പൂരിലെ കമ്പനിയുടെ നിലവിലുള്ള പ്യൂറൻസിന്റെ ശേഷി 25 ടൺ പെർ ഡേയിൽ നിന്നും 32 ടൺ പെർ ഡേയിലേക്ക് ഉയർത്താൻ 50 കോടി രൂപയുടെ നിക്ഷേപവും അനുവദിക്കുകയും ചെയ്തു. ഇന്റർ ആർച്ച് ബിൽഡിംഗ് സൊല്യൂഷൻസ് സ്റ്റീൽ ബിൽഡിംഗ് സിസ്റ്റങ്ങൾക്കായി 44 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. രാംകോ സിസ്റ്റംസ് വ്യോമയാന സോഫ്റ്റ്വെയർ വിതരണം ചെയ്യുന്നതിനായി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് കമ്പനിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. KPI ഗ്രീൻ എനർജി 24.2 മെഗാവാട്ട് അഡീഷണൽ സോളാർ പ്രൊജക്ട് കമ്പനി ഇന്ന് കമ്മീഷൻ ചെയ്തു. മറിയൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ
പ്രിസ്റ്റൺ ഡിജിറ്റൽ ഗ്രൂപ്പിൽ നിന്ന് 27.2 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. PTC ഇൻഡസ്ട്രീസ് റോട്ടോ ഡൈനാമിക് ഇലക്ട്രിഫിക്കേഷൻ ടെക്നോളജി വികസിപ്പിക്കുന്നതിനായി 5 വർഷത്തേക്ക് കൂൾബ്രൂക്കുമായി കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.